ദൈവത്താൽ ഏറ്റവും അധികമായി സ്നേഹിക്കപ്പെടുന്ന ദൈവജനമേ, ഇന്നേ ദിവസം തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനം ചെയ്യുവാനായി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ ഭാഗത്തു നിന്നും ഇപ്രകാരം യേശുതമ്പുരാൻ പഠിപ്പിക്കുന്നു. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോടു കൂടിയായിരുന്നു അവന്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തെ നമ്മുടെ കൂടെ നിന്നിട്ടും എന്തേ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല എന്ന വലിയൊരു ചോദ്യമാണ് ഈ വചനഭാഗം നമ്മോട് ചോദിക്കുന്നത്. ഈ വചനഭാഗം യേശുതമ്പുരാന്റെ അധികാരത്തെ പൂർണ്ണമായും വെളിവാക്കുന്നു. അതിനാൽ തന്നെയാണല്ലോ അധികാരപൂർണമായ അവരുടെ വചനത്തിൽ അവർ വിസ്മയഭരിതരായി എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും അവനെ പൂർണ്ണമായും വിശ്വസിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷേ അവനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ച ഒരുവൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ആ പിശാച് ബാധിതൻ. അതിനാൽ അവൻ പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്. ദൈവത്തിന്റെ മകളായി അവിടുത്തെ കൂടെ നിന്നിട്ടും യേശു തമ്പുരാനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ തിന്മയുടെ ശക്തികൾ അവനെ പൂർണ്ണമായും തിരിച്ചറിയുന്നു. കാരണം അവൻ ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം ശാസിച്ചപ്പോൾ പിശാച് അവനെ വിട്ടുപോയത്. യഥാർത്ഥത്തിൽ 2 കാര്യങ്ങളാണ് ഈ വചനഭാഗം സാക്ഷിക്കുന്നത്. 1, യേശുവിന്റെ അധികാരവും ശക്തിയും. 2, വചനത്തിന്റെ ശക്തി. യേശുതമ്പുരാനിൽ നങ്കൂരം വിട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കേണ്ടത്. വചനത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് വചനമാകുന്ന യേശുവിനെ തിരിച്ചറിയാനായിട്ട് യേശുതമ്പുരാന്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ അവനെ പ്രഘോഷിക്കുവാനും 37-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ അവന്റെ കീർത്തി ലോകമെമ്പാടും വ്യാപിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രകാരം ദൈവത്തിന്റെ കീർത്തി ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.